നമസ്കാരം. അൽഷിഫ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കൊട്ടിഘോഷിച്ച് ഇസ്രായേൽ സൈന്യം നടത്തിയ ഒരു നീക്കം അത് പരാജയമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വൻ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇന്നലെ ഞാൻ വ്യക്തമാക്കിയിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവർ പുറത്തുവിട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ കാര്യം പറഞ്ഞത്. എന്നാൽ ആദ്യമായി ഇസ്രായേൽ നടത്തുന്ന തന്തയില്ലായ്മകൾക്കെതിരെ അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അത് വലിയ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു വിഭാഗം സംയമനം പാലിച്ചിരിക്കുന്ന സമയത്ത് അവരെ ചതിയിലൂടെ വീഴ്ത്താൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്തരത്തിലൊരു വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ തന്തയില്ലായ്മയ്ക്കെതിരെ പ്രതിഷേധ വാക്കുകളും അതുപോലെ തന്നെ ശാപവാക്കുകളും മാത്രമല്ല ഇപ്പോൾ ഉയർന്നു വരുന്നത്, തിരിച്ചടികളുടെ പ്രവാഹമാണ്. അതായത് ഇസ്രായേലിന് താങ്ങാൻ കഴിയാത്ത, ഇവിടെ ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ തിരിച്ചടികൾ നടത്തുന്നുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറം ഇസ്രായേലിനോടൊപ്പം ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് ഒരു പായയിൽ കിടന്നുറങ്ങിയിരുന്ന നാറ്റോ സഖ്യത്തിൻ്റെ സ്ഥാപകർ പോലും ഇപ്പോൾ ഇസ്രായേലിനെ തള്ളിപ്പറയുന്നു. ഇസ്രായേലിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന് അവരുടെ പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നു. അത്തരമൊരവസ്ഥയിലേക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വൻ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അൽഷിഫ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സൈനിക നീക്കം അത് പരാജയപ്പെട്ടു. വീണ്ടും ഒരു ഇസ്രായേൽ സൈനികൻ കൂടി കൊല്ലപ്പെട്ടു. ഹമാസിനെ പിടികൂടാൻ വേണ്ടി പോയതാണ്, പക്ഷേ ഹമാസ് ആശുപത്രിക്കകത്തും പുറത്തുമുണ്ടായിരുന്നു. ഇത് ഇസ്രായേൽ മനസ്സിലാക്കിയില്ല. ഒരു ഭാഗത്ത് തന്ത്രപൂർവം ഇസ്രായേലിനെ അൽഷിഫ ആശുപത്രി പരിസരത്തേക്ക് ഹമാസ് ആകർഷിച്ചു. ഹമാസ് അവരെ കൊണ്ടുവന്നു. ആശുപത്രിക്ക് അകത്തു നിന്നും അതുപോലെ തന്നെ പുറത്തു നിന്നും, അതായത് ഇസ്രായേൽ സൈനികരുടെ പുറകിലും ഹമാസ് ഉണ്ടായിരുന്നു. അത് ഇസ്രായേൽ സൈന്യം മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഒരു സൈന്യം കൂടെ കൊല്ലപ്പെട്ടു, നിരവധി ആളുകൾക്ക് പരിക്കേറ്റു, നിരവധി ടാങ്കുകൾ നശിച്ചുപോയി. ഇതിന് പ്രതികാരം എന്നോണം ഇസ്രായേൽ റഫയിൽ കുറച്ച് പാവങ്ങളെ കൊന്നു തള്ളിയിട്ടുണ്ട്. പക്ഷേ അതിനുള്ള പണി പാലും വെള്ളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നാറ്റോ സഖ്യത്തിന്റെ സ്ഥാപക രാജ്യമാണ് കാനഡ. കാനഡയാണ് പാർലമെന്റിൽ ഒരു നിയമം പാസാക്കിയത്. അതായത് ഒരു കാരണവശാലും ഇനി ഇസ്രായേലിന് ആയുധം കൊടുക്കരുത്, അത്തരത്തിലൊരു പ്രമേയം പാസാക്കി. NDP എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് പ്രമേയം അവതരിപ്പിച്ചത്, ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി. അവർ പാർലമെന്റിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു, ആയുധം കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. മാത്രമല്ല സ്വതന്ത്ര ഫലസ്തീനു വേണ്ടി പ്രവർത്തിക്കാനും തീരുമാനിച്ചു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിന് ഇനി എണ്ണ കൊടുക്കരുത് എന്നാണ്. UN തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ആഗോള പെട്രോളിയം കമ്പനികളോടാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് എണ്ണ കൊടുത്താൽ ആ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവർ ഫലസ്തീനിൽ വംശഹത്യ നടത്തും. അതുകൊണ്ട് തന്നെ എണ്ണ കൊടുക്കുന്ന കമ്പനികൾ അവർ ഇവിടെ യുദ്ധക്കുറ്റവാളികളാകും. ഇസ്രായേലിനെ പ്രതി ചേർത്തിട്ടുള്ള വംശഹത്യ കേസുമായി ബന്ധപ്പെട്ട് ഈ പെട്രോളിയം കമ്പനികൾ പോലും പ്രതികളാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. യുഎന്റെ നിലപാട് പറഞ്ഞു. മാത്രമല്ല ശക്തമായ രീതിയിലുള്ള ഒരു ആവശ്യം ഇവിടെ ആഗോള എണ്ണ കമ്പനികളോട് ആവശ്യപ്പെട്ടു. ഇനി US അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളും ഒക്കെ രഹസ്യമായി സഹായിക്കാൻ തീരുമാനിച്ചാൽ പോലും ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഈ ഒരു ഒറ്റ നീക്കം ഇസ്രായേലിനെ കൊണ്ടെത്തിച്ചു. അതായത് ഇവിടെയും ഹമാസ് വിജയിച്ചു എന്നുള്ളതാണ്. അൽഷിഫ ആശുപത്രിക്കെതിരെ നേരത്തെ ഒരു ആക്രമണം നടത്തി. അൽഷിഫ ആശുപത്രിയെ തകർത്ത് തരിപ്പണമാക്കി. ഒരുപാട് രോഗികളെയും കുഞ്ഞുങ്ങളെയും കുട്ടികളെയും ഒക്കെ കൊന്നു. ഇതുവരെ 30,000-ത്തിലധികം ആളുകൾ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നതാണ് ഔദ്യോഗിക കണക്ക്. ഇതിൽ തന്നെ 13,000-ഓളം വരുന്നത് കുട്ടികളും 9,000-ഓളം വരുന്ന സ്ത്രീകളുമാണ്. അങ്ങനെ ഇവിടെ ഏറ്റവും പാവപ്പെട്ട, അതായത് ഒന്നിനും കഴിയാത്ത ചെറിയ കുട്ടികളെയും സ്ത്രീകളെയും മാത്രം ലക്ഷ്യം വെച്ച്, അതായത് ഒരു ലക്ഷ്യവുമില്ലാത്ത യുദ്ധം. ആരാണ് എതിരാളികൾ? അവരെയല്ല ലക്ഷ്യം വെക്കുന്നത്, കണ്ടവരെയൊക്കെ കൊന്നൊടുക്കുന്ന നീക്കങ്ങൾ നടത്തി. എന്നാൽ അവിടെയൊക്കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ അമേരിക്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ തന്ത്രപൂർവ്വം വീണ്ടും അൽഷിഫ ആശുപത്രിയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുവന്നു. ഇസ്രായേലിനെ അവിടെ ഇട്ട് പൂട്ടി. മാത്രമല്ല വീണ്ടും ലോക ശ്രദ്ധ, UN ശ്രദ്ധ ഫലസ്തീനിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഹമാസ് വിജയിച്ചു. ഇസ്രായേലിന് കനത്ത വില നൽകേണ്ടി വന്നു. UN ഇസ്രായേലിനെ എതിർത്തു, എണ്ണ കൊടുക്കരുതെന്ന് പറഞ്ഞു. കാനഡ, സഖ്യകക്ഷിയായിട്ടുള്ള കാനഡ ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കി. ഇനി ആയുധം കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഫലസ്തീനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇത്തരമൊരു സാഹചര്യമാണ് ഈ അൽഷിഫ ആശുപത്രിക്കെതിരായ നീക്കവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി ഇവിടെ ഹമാസിനെയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെയും ലോകരാജ്യങ്ങളെയും UN ഒക്കെ സമ്മർദ്ദത്തിലാക്കി അത്തരത്തിൽ മെല്ലെ വിജയിച്ചു കയറാം, പരിക്കുകളില്ലാതെ രക്ഷപ്പെടാം എന്നായിരുന്നു ഇസ്രായേൽ ധരിച്ചു വെച്ചിരുന്നത്. എന്നാൽ അത് പാളി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.